എല്ലാവർക്കും ട്രൂ ലൈഫ് ന്യൂസിലേക്ക് സ്വാഗതം. റെസ്റ്റ് ഹൗസ് നവീകരണ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. സംഭവ സമയത്ത് മന്ത്രിയുടെ FB പേജിലൂടെ ലൈവും ചാനലുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, വളരെ നല്ല കാര്യം. ഇരു കൈയും അടിച്ച് നമ്മൾ അതിനെ അഭിനന്ദിക്കുന്നു സർ. അങ്ങയുടെ ഈ ഉത്സാഹത്തെ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പ്രവർത്തന മികവിനെ, ഇനി എന്താ പറയുക, ഈ ഒരു ചുറുചുറുക്കിനെ നമ്മൾ അഭിനന്ദിക്കാതെ വിടരുത്. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി തോടും റോഡും തിരിച്ചറിയാനാകാത്ത ഈ കേരളത്തിൽ മുക്കിലും മൂലയിലും മദ്യഷാപ്പും ബാറുകളും തുറന്നിട്ടിട്ട് ഗസ്റ്റ് ഹൗസുകളുടെ പിന്നാമ്പുറങ്ങളിൽ കിടക്കുന്ന ഒഴിഞ്ഞ പൈന്റ് കുപ്പിയും പൊക്കി പിടിച്ച് നടത്തുന്ന ഈ വക മിന്നൽ സന്ദർശനമുണ്ടല്ലോ, അതും വെറും ഷോ ആണെന്നേ സാർ ജനങ്ങൾ കരുതൂ. എന്തിനാണ് സാർ ഈ റെസ്റ്റ് ഹൗസുകളൊക്കെ ഇത്ര ധൃതിപ്പെട്ട് കോടികൾ മുടക്കി നവീകരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അല്ല, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുക, റോഡാണോ മുഖ്യം അതോ റെസ്റ്റ് ഹൗസുകളോ? ശരിയാണ്, റെസ്റ്റ് ഹൗസുകൾ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു, നല്ല കാര്യം തന്നെയാണ്. എന്നാൽ യാത്ര ചെയ്യാൻ നല്ലൊരു റോഡില്ലാത്ത കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണോ ഈ നവീകരണത്തിടുക്കം? തീർച്ചയായും അങ്ങ് ഇന്നലെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അവർക്ക് കിട്ടുന്ന ഈ സസ്പെൻഷൻ ആനന്ദിക്കാനും അഴിഞ്ഞാടാനുമായി അവരത് ഉപയോഗിക്കും. അവർക്കത് വെറും കുറച്ചു നാളത്തെ അവധി ആഘോഷം മാത്രമാണ്. അല്ലാതെ അതുകൊണ്ട് യാതൊരു മാറ്റവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പണി അറിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം മിസ്റ്റർ എന്ന് കോടതി പറഞ്ഞത് ചില എഞ്ചിനീയർമാർക്കെതിരെയാണ്. ഈ വക എഞ്ചിനീയർമാരെ നിയന്ത്രിക്കുന്നതും അങ്ങ് തന്നെയല്ലേ മിനിസ്റ്ററെ?
നാളെ ജനങ്ങൾ അങ്ങയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയേണ്ടി വരുമോ സാർ? അല്ല, ഇന്നത്തെ സാഹചര്യം വെച്ചൊന്ന് ചോദിച്ചതാ. അങ്ങയുടെ കൂടെ ഉള്ളത് ഇടത് മീഡിയ ഫ്രാക്ഷൻ ആണ്, PR ടീമാണ് എന്നൊന്നും ഞങ്ങൾ ആരോപിക്കുന്നില്ല. എന്നാലും ഈ മഴ മാറുമ്പോഴെങ്കിലും റോഡ് നന്നാക്കാനുള്ള മിന്നലില്ലെങ്കിലും ചെറിയൊരു ടോർച്ചെങ്കിലും അടിച്ച് തേച്ചൊട്ടിച്ച ജനങ്ങൾ കൃതാർത്ഥരായേനെ. അങ്ങൊരു യുവാവല്ലേ, മുഖ്യമന്ത്രി പോലും വകുപ്പിൽ ഇടപെടൽ നടത്താത്ത ബന്ധവുമുണ്ട്. ഈ ജാതി ഷോയൊന്നും നടത്താതെ തന്നെ സാറിന് നന്നായി തിളങ്ങാൻ സാധിക്കും. സാറ് കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ്, അല്ലാതെ യൂട്യൂബ് ബ്ലോഗറൊന്നും അല്ലല്ലോ. മിനിമം അങ്ങ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള ലൈവ് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിന് താഴെ വരുന്ന സാധാരണക്കാരുടെ കമന്റുകളെങ്കിലും ഏതെങ്കിലും PR കൊണ്ട് വായിച്ചു നോക്കിയാൽ ന്യൂസ്. കൂടുതൽ വാർത്തകളും ഒരുപാട് വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.